ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ച ഒരു കിടിലൻ മീൻ കറിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ പറ്റിയ ഒരു കറിയാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ അടിപൊളി മീൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവാളയുടെ പകുതിയാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതുകൂടാതെ 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയുമാണ് പ്ലേറ്റിലെടുത്ത് വെച്ചിരിക്കുന്നത്. 2 വലിയ കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നെയ്മീനാണ് ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. 15 കഷ്ണങ്ങളാണ് നെയ്മീൻ എടുത്തിരിക്കുന്നത്. ഈ കറി തയ്യാറാക്കുന്നതിന് ആദ്യം എല്ലാ പൊടികളും ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. സാധാരണ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. മീൻകറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ 2 നുള്ളു ഉലുവ ചേർക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ചേർക്കാം. ഒരു വലിയ സവാളയുടെ പകുതിയാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. 6 വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകുമാണ്. ഈ മീൻ കറിയിൽ കറിവേപ്പിലയൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അവസാനവും ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി അരപ്പ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മീൻ കറി തയ്യാറാക്കിയിട്ട് ശരിയാവാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു അടിപൊളി മീൻ കറി തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിനു മുമ്പ് കോട്ടയം സ്റ്റൈൽ മീൻ കറിയുടെയും തക്കാളി ചേർത്ത മീൻ കറിയുടെയും ഒക്കെ റെസിപ്പികൾ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. എന്നിട്ട് റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തന്നാൽ നന്നായിരുന്നു. ഇപ്പോൾ ഈ അരപ്പ് നല്ലതുപോലെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. 2 വലിയ കഷ്ണം കുടംപുളിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഞാനിപ്പോൾ ഈ മൺചട്ടിയിലേക്ക് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരപ്പ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട്
ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ ചാറൊക്കെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നെയ്മീനാണ് ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് 15 കഷ്ണങ്ങളാണ് ഈ ഒരു കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ മീൻ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പൂൺ കൊണ്ട് ഈ ചാറിലേക്ക് ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ആക്കി വയ്ക്കാം. അതിനുശേഷം സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കരുത്, മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. കറി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് തീ കൂട്ടി വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. ഇനിയിപ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു രീതിയിലാണ് അടച്ചു വെച്ചിരിക്കുന്നത്. ഇത് മുഴുവനായിട്ടും അടച്ചിട്ടില്ല. ഇപ്പോൾ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. മീനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ മീൻകറി ഇരിക്കും തോറും ഇതിൻ്റെ ചാറൊക്കെ കൂടുതൽ കുറുകി വരും. ഈ സമയത്ത് നമുക്ക് 2 നുള്ള് ഉലുവ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഈ അവസാനം ഇങ്ങനെ ഉലുവ പൊടിച്ചത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ മീൻകറിക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ അവസാനമായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ നാടൻ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്